ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. സൗന്ദര്യ പൂജ പാർട്ട് 6. രാജീവിന് ഇഷ്ടമില്ലാത്ത ഒരാളാണ് വാതിക്കലെത്തിയിരിക്കുന്നതെന്ന് കുറുപ്പിന് ഊഹിക്കാനായി. അയാൾ വീണ്ടും വാതിക്കലേക്ക് ചെന്നു. രാജീവ് ഉറക്കത്തില. സാരയില്ല, രാമാനുജൻ പുഞ്ചിരിച്ചു. ഉണർത്തേണ്ട, ഞാനൊന്ന് കണ്ടിട്ട് പൊയ്ക്കോളാം. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ. എതിര് പറയാൻ രാധാകൃഷ്ണ കുറുപ്പിന് തോന്നിയില്ല. വരൂ, അയാൾ ക്ഷണിച്ചു. രാജീവ് കിടക്കുന്നതിനരികിലെത്തി രാമാനുജൻ സ്നേഹപൂർവ്വം രാജീവിനെ ശ്രദ്ധിച്ചു. പരിസരവും ഒന്ന് വീക്ഷിച്ചു. പിന്നെ കുറുപ്പിനോട് ചോദിച്ചു, എന്നേക്ക് ഡിസ്ചാർജ് ആവും? ഒന്നും പറഞ്ഞില്ല. ഇപ്പോ വിശേഷമൊന്നും ഇല്ലല്ലോ, ഇല്ലേ? ഇല്ല. രാജീവ് താല്പര്യം കാട്ടാത്ത ആളായതുകൊണ്ട് കുറുപ്പ് ഇരിക്കാൻ പറഞ്ഞില്ല. എങ്കിലും ആകാംക്ഷ മൂലം തിരക്കി. രാജീവിന്റെ ഫ്രണ്ടാണോ? അതെ. രാമാനുജന്റെ മുഖത്ത് ഉത്സാഹം പ്രകടമായി. സത്യം പറഞ്ഞാൽ എന്നേക്കാൾ എന്റെ അമ്മയുമായ രാജീവിനടുപ്പം. രാജീവിന്റെ അമ്മയുടെ ഛായയാണ് എന്റെ അമ്മയ്ക്കെന്ന രാജീവ് പറയണത്. അമ്മയ്ക്കും എന്നേക്കാൾ സ്നേഹ രാജീവിനെ. നാളെയോ മറ്റന്നാളോ അമ്മയും കാണാൻ വന്നേക്കും. ഇത്രയും സെന്റിമെന്റൽ ടച്ചുള്ള ഒരാളെ രാജീവ് എന്തേ അവഗണിച്ചതെന്ന് കുറുപ്പിന് മനസ്സിലായില്ല. എങ്കിൽ ഞാൻ മറ്റൊരിക്കൽ വരാം. രാമാനുജൻ മടങ്ങാനായി തിരിഞ്ഞു. മിക്കവാറും താമസിയല്ലാതെ ഡിസ്ചാർജ് ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് വീട്ടിലൊന്നും വിളിച്ചു തിരക്കിയിട്ട് വന്നാലും മതി, കുറുപ്പ് അറിയിച്ചു. അതിന്റെ ആവശ്യമില്ല. രാമാനുജൻ തിരിഞ്ഞു നിന്നു. ഡിസ്ചാർജ് ആയാൽ ഞങ്ങൾ അറിയും. അത്ര അകലമേ 2 വീടുകളും തമ്മിലുള്ളൂ. പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോയി. വാതിൽ ബന്ധിച്ച ശേഷം കുറുപ്പ് രാജീവിന്റെ കിടക്കയ്ക്കരികിൽ വന്നിരുന്നു. എന്താ രാജു, നീ ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ ഉറക്കം നടിച്ചു കിടന്നത്? രാജീവ് മെല്ലെ അമ്മാവന്റെ നേർക്ക് തിരിഞ്ഞു. എല്ലാവർക്കും ചോദിക്കാനും പറയാനും ഉള്ളത് ഒരേ കാര്യമാ, എന്റെ അസുഖം. ആളുകളുടെ സഹതാപവും സമാശ്വാസ വാക്കുകളും എനിക്ക് മടുത്തു രാധമ്മാവാ. അയാളുടെ അമ്മയും ചിലപ്പോ വന്നേക്കും. സാരമില്ല, ഒരമ്മയാണല്ലോ. എന്റെ പ്രായക്കാരുടെ സാന്ത്വനിപ്പിക്കല എനിക്ക് സഹിക്കാത്തത്. കുറുപ്പ് പിന്നെ ഒന്നും പറഞ്ഞില്ല. രാമാനുജൻ വന്നത് തന്നെ കാണാനാണോ അതോ ഗംഗയെ കാണാനാണോ എന്ന് രാജീവിന് സംശയമുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ തന്നെ കാണണതും അയാൾക്ക് സന്തോഷമായിരിക്കും. താൻ മോഹിച്ച പെണ്ണിനെ സ്വന്തമാക്കിയ അന്യപുരുഷന്റെ പതനത്തിൽ മനസ്സ് നിറഞ്ഞ് സഹതപിക്കാൻ ഏതെങ്കിലും ഒരാൾക്ക് കഴിയുമോ? അല്ലെങ്കിൽ അയാളൊരു ദൈവ മനുഷ്യനായിരിക്കണം. രാമാനുജൻ അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ രാജീവിന് കഴിയുന്നില്ല. അയാൾ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷിക്കുക തന്നെയായിരിക്കും. താൻ മോഹിച്ച പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേക്കാമെന്ന പ്രതീക്ഷ ഉണർത്തുന്ന സന്തോഷം. അങ്ങനെയായിരിക്കാനേ ഇന്നത്തെ ഒരു ചെറുപ്പക്കാരന് കഴിയൂ. രാജീവ് വീണ്ടും അമ്മാവനെതിരെ തിരിഞ്ഞു കടന്നു. ഉറങ്ങാൻ എന്നോണം കണ്ണുകൾ പൂട്ടിവെച്ചു. ആശുപത്രിയുടെ പോർച്ചിലെത്തിയ രാമാനുജൻ തന്റെ ബൈക്കിന് നേർക്ക് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് വിളി. രാമു. രാമാനുജൻ തിരിഞ്ഞു. പോർച്ചിൽ വന്നു നിന്ന കാറിൽ നിന്നും വാതിൽ തുറന്നിറങ്ങുകയാണ് ബാലഗോപാല മേനോൻ. മാഷ്. രാമാനുജൻ മേനോന്റെ അരികിലേക്ക് നടന്നു ചെന്നു. രാമാനുജൻ ഈയിടെ ഞാൻ പലവട്ടം ഓർമ്മിച്ചു. മേനോൻ പുഞ്ചിരിച്ചു. എന്തേ ഇവിടെ? ഞാൻ രാമാനുജൻ ആശുപത്രിയുടെ 5ാം നിലയിലേക്ക് കണ്ണുകൾ ഉയർത്തി. രാജീവിനെ കാണാൻ വന്നതാ. മേനോന്റെ മുഖത്ത് അത്ഭുതം പ്രകടമായി. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? കല്യാണത്തിന് പോലും രാമാനുജൻ വന്നില്ലെന്നാ എന്റെ ഓർമ്മ. ഞങ്ങൾ പക്ഷേ മുകുന്ദ ക്ഷേത്രത്തിൽ വെച്ച് കാണാറുണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ഷിപ്പിലാ ഞങ്ങൾ. മേനോന്റെ മുഖം ഒന്ന് മങ്ങി. കർക്കിടകം ഗ്രാമത്തിലെ എല്ലാവർക്കും ഇപ്പൊ എന്നോട് സഹതാപമാ. ഞാൻ ചതിക്കപ്പെട്ടുന്നു. അസുഖം വരണതൊരു ചതിയാണോ? രാമാനുജൻ ചോദിച്ചു. ഇതൊക്കെ ആർക്കും എപ്പോഴും സംഭവിക്കാവുന്നതല്ലേ. മാത്രമല്ല രാജീവ് ശരിക്ക് റിക്കവേർഡ് ആയല്ലോ. ഇനി സൂക്ഷിച്ചാൽ പോരെ. 1ഓ 2ഓ ഒക്കെ സ്ട്രോക്കിന് ശേഷം സുഖമായി കഴിയണവർ ഇവിടെ തന്നെ പലരുമില്ലേ മാഷേ? മേനോന് ഉത്തരം മുട്ടി. ആ മുഖത്ത് നേരിയൊരു പരിങ്ങലും പ്രകടമായി. മാഷ് ഒട്ടും വിഷമിക്കേണ്ട, രാമാനുജൻ ആശ്വസിപ്പിച്ചു. രാജീവിന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഡോക്ടർ ഗോകുൽ ഈ വിഷയത്തിലൊരു മാന്ത്രികനാ. ശരിക്കും ഓക്കെ ആയ ശേഷം രാജീവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി. രാമു ഒരു വലിയ മനസ്സിന്റെ ഉടമയാ. മേനോൻ ആ ചുമലിൽ തട്ടി. അതുകൊണ്ടാ ഈ രീതിയിൽ സംസാരിക്കണത്. ഗംഗ ഇയാളെ ഇഷ്ടപ്പെട്ടിരുന്ന വിവരം വിവാഹശേഷമാണ് ഞാൻ അറിഞ്ഞത്. നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. രാമാനുജൻ വല്ലാതെയായി. മേനോന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അയാൾക്ക് പ്രയാസമായി. ഹാ, എല്ലാം വിധി. മേനോൻ നെടുവേർപ്പെട്ടു. എന്റെ കുട്ടി. ഇനി അതൊന്നും ഓർക്കരുത്, രാമാനുജൻ യാചന പോലെ അറിയിച്ചു. രാജീവിനോട് കാട്ടുന്ന ക്രൂരതയാവും മാഷേ അത്. അത്ര നല്ല ചെറുപ്പക്കാരനാ രാജീവ്. ഗംഗയ്ക്ക് കിട്ടിയ ഭാഗ്യമായാൾ. ഗംഗയും
അങ്ങനെ തന്നെയാ കരുതുന്നതെന്ന് എനിക്കറിയാം. അവർ ഈ ജന്മം മുഴുവൻ സുഖമായി ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് ബൈക്കിനടുത്തേക്ക് നടന്നു. ബാലഗോപാല മേനോൻ വീർപ്പുമുട്ടലിൽ നോക്കി നിന്നു. ബൈക്ക് പറത്തിവിടുമ്പോൾ രാമാനുജന്റെ മനസ്സിൽ രാജീവും ഗംഗയുമായിരുന്നു. ഗംഗയേക്കാൾ അയാൾക്ക് അലിവ് തോന്നിയത് രാജീവിനോടാണ്. പാവം ചെറുപ്പക്കാരൻ രാമാനുജൻ തന്നോട് തന്നെ എന്നവണ്ണം പറഞ്ഞു. അയാൾ ജീവിക്കണം. ഗംഗയോടൊപ്പം രാജീവ് വയസ്സാകും വരെ ജീവിക്കണം. അവർക്കിടയിലേക്ക് താൻ ഒരിക്കലും കടന്നു ചെല്ലാൻ പാടില്ല. ബാലമാഷിന്റെ സംസാരത്തിൽ ചില അപകട സൂചനകളുണ്ട്. ആവുന്നത് പോലെ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു. രാജീവിന് എന്തെങ്കിലും സംഭവിക്കുന്നതിൽ പോലും മാഷിന് വിരോധമില്ലെന്ന് തോന്നുന്നു. എന്തൊരു സഹതാപാർഹമാണ് രാജീവിന്റെ അവസ്ഥ. ഗംഗ കൂടി അച്ഛന്റെ രീതിയിൽ ചിന്തിക്കാതിരുന്നാൽ മതി. രാമാനുജൻ മൊബൈൽ എടുത്ത് അമിതയുടെ നമ്പർ ഡയൽ ചെയ്തു. അമി എവിടെയാണ്? കമ്പ്യൂട്ടറിന് മുന്നിൽ. അമിത ചിരിച്ചു. ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമിലാണ്. രാമു കുറച്ചു കഴിഞ്ഞു വിളിക്കാമോ? ഇല്ല. രാമാനുജന്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയണം. മറുപടി വരാൻ ഒരു നിമിഷം വൈകി. ശരി. അമിത കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തു. പറയൂ. വലിയൊരു അത്യാവശ്യം. എത്രയും അടുത്തൊരു ദിവസം എന്റെ അമ്മ അമിയെ കാണാൻ വരും. എന്നിട്ട് നമ്മുടെ കല്യാണം തീരുമാനിക്കും. സിനിമയിൽ പാടിയ ശേഷം പോരെ രാമു കല്യാണമൊക്കെ? ഇത്ര തിടുക്കം കൂട്ടി. തിടുക്കം അമിതയ്ക്കായിരുന്നല്ലോ? രാമാനുജൻ ചോദിച്ചു. ഇപ്പോഴല്ലേ തിടുക്കം ഇല്ലാതായത്? ഞാൻ തിടുക്കം കൂട്ടാൻ തുടങ്ങിയപ്പോൾ. ഇത് ചില മനുഷ്യരുടെ രീതിയാ. കിട്ടും വരെ എന്തിന്റെയും പുറകെ തൂങ്ങും. കിട്ടുമില്ലെന്നാവുമ്പോൾ അപ്പോ തൊട്ടും മടുപ്പായി. അമിതയിൽ നിന്ന് മറുപടി വന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ വഴി നോക്കാം. ഉടനെ എന്റെ കല്യാണം നടത്തണമെന്ന അമ്മയ്ക്ക് വാശി. പെട്ടെന്ന് മരിച്ചു പോകുമോ എന്ന ഭയം കൊണ്ടാണോന്നറിയില്ല. എനിക്ക് ഈ ലോകത്തിൽ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്നറിയാലോ. സത്യത്തിൽ അമ്മയുടെ നിർബന്ധത്തെക്കാൾ രാജീവിന്റെയും ഗംഗയുടെയും ജീവിതത്തിൽ ഒരു കരടാവരുതെന്ന ചിന്തയായിരുന്നു രാമാനുജന്റെ ഇപ്പോഴത്തെ തിടുക്കത്തിന് കാരണം. അമ്മയ്ക്ക് വേണ്ടിയാണോ രാമു വിവാഹം ചെയ്യണത്? അമിത കയർത്തു. ഇതിന്റെ മറുപടി എന്റെ കയ്യിലില്ല. ഏതായാലും ഒരു വിവാഹമാവാമെന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് എന്റെ അമ്മയുടെ ഹിതത്തിനനുസരിച്ചാവണതല്ലേ നന്ന്. സിനിമയിൽ പാടിയാവൂ എന്ന ശാഠ്യം എനിക്കില്ല. അങ്ങനെ ഒരു തലയെഴുത്തുണ്ടെങ്കിൽ അത് നടക്കും. ഇല്ല അച്ഛാ, വേണ്ട എന്ന പക്ഷക്കാരനാ ഞാൻ. രാമാനുജന്റെ അവസാനത്തെ 2 വാചകങ്ങൾ അമിതയെ ഒന്ന് തളർത്തി. അപ്പോ രാമു വേറെ വിവാഹത്തിനുള്ള പുറപ്പാടില്ല? പുറപ്പാടും തോടയോ ഒന്നുമല്ല. ഇയാൾക്ക് ഈ വിവാഹത്തിൽ ഇല്ലെങ്കിലെത്താ കാര്യമാ ഞാൻ പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ലാന്ന് ആര് പറഞ്ഞു? ഞാൻ വേണേച്ചാ ഇന്ന് തന്നെ പപ്പയോട് പറയാം. എങ്കിൽ പറയൂ. എന്നിട്ട് ഞാനും അമ്മയും എന്നാണ് അവിടേക്ക് വരേണ്ടതെന്ന് അറിയിക്കൂ. രാമാനുജൻ ഫോൺ കട്ട് ചെയ്തു. അല്പം പാരുഷ്യം കാട്ടിയതിന് ഫലമുണ്ടായി. രാത്രി തന്നെ അമിത രാമാനുജനെ തിരിച്ചു വിളിച്ചു. ഈ ഞായറാഴ്ച വന്നോളാൻ പപ്പ പറയണു. പക്ഷെ അതിനു മുമ്പ് പപ്പയ്ക്ക് രാമുവിനോട് സംസാരിക്കണമെന്ന്. ശരി, പപ്പയ്ക്ക് ഫോൺ കൊടുക്കൂ. ലൈനിൽ ഒരു പരുപരുത്ത ശബ്ദം മുഴങ്ങി. മിസ്റ്റർ രാമാനുജനല്ലേ? അതെ. സ്വരത്തിൽ അങ്ങേയറ്റം വിനയം വരുത്തി രാമാനുജൻ. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കണത് എന്റെ മകളുടെ ഇഷ്ടം മാത്രം മുൻനിർത്തിയ. പരുപരുത്ത ശബ്ദം തുടർന്നു. എന്റെ കസ്റ്റഡിയിൽ ഇതിൽ നല്ല കുറെ പ്രപ്പോസൽസ് എത്തിയിട്ടുണ്ട്. അതൊന്നും അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഞാൻ എന്തു വേണമെന്നാണ് സാർ? വിനയം ഒട്ടും കുറച്ചില്ല രാമാനുജൻ. മറുപുറത്തെ ധാർഷ്ട്യം പക്ഷേ അല്പം കൂടി. എന്റെ മകൾക്ക് ഒരു ദുഃഖം ഉണ്ടാകാതെ താങ്കൾ നോക്കുമെന്ന് എനിക്ക് ഉറപ്പു തരണം. താങ്കളെ ഒരു പ്രശസ്ത പ്ലേ ബാക്ക് സിംഗർ ആക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത് മതിയെങ്കിൽ. ആ സംസാര രീതി രാമാനുജന് അല്പവും ഇഷ്ടമായില്ല. ഇത്തരം ഒരു വ്യക്തിയുമായി തുടർന്നിടപഴകുന്നത് എങ്ങനെയാണെന്നും മനസ്സിലായില്ല. എങ്കിലും അയാൾ കടിച്ചു പിടിച്ച് ക്ഷമിച്ചു. എന്താ മിസ്റ്റർ രാമാനുജൻ മറുപടി ഒന്നും പറയാഞ്ഞത്? സാറിന്റെ കണ്ടീഷൻസ് സാർ പറഞ്ഞു. അമിതയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഈ വിവാഹത്തിന് സമ്മതിക്കുന്നതെന്നും അങ്ങ് പറഞ്ഞു. അമിതയ്ക്ക് എന്നെ ഇഷ്ടമാവുമ്പോ ആ കുട്ടിക്ക് ദുഃഖമൊന്നും ഉണ്ടാകാൻ വഴിയില്ലെന്നാണ് എന്റെ തോന്നൽ. ഞാൻ മനഃപൂർവ്വമായി അമിതയ്ക്ക് ദുഃഖമുണ്ടാക്കില്ലെന്ന് വാക്കുതരാം. അത് മതിയെങ്കിൽ. അമിതയുടെ പപ്പയിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. ഏതായാലും ഈ ഞായറാഴ്ച ഞാനും അമ്മ അവിടേക്ക് വരാം. അമ്മ അമിതയൊന്ന് കാണട്ടെ. അമ്മയുടേതാണോ അവസാന തീരുമാനം? ആ ചോദ്യവും രാമാനുജനെ കുഴക്കി. ഇതൊരു നല്ല ബന്ധത്തിലേക്കുള്ള തുടക്കമാണോ എന്ന് പോലും സംശയമായി. സിനിമയിലൊന്ന് പാടുന്നതിന് വേണ്ടി ജീവിതം മൊത്തം നരകമാക്കണോ? എന്തേ മിസ്റ്റർ രാമാനുജൻ മിണ്ടാത്തത്? എന്റെ എല്ലാ കാര്യങ്ങളുടെ അവസാന തീരുമാനം എന്റെ അമ്മ തന്നെയാ എടുക്കുന്നത്. തുറന്നു പറഞ്ഞതിൽ സന്തോഷം. ഏതായാലും നമുക്ക് ഞായറാഴ്ച കാണാം. ഫോൺ കട്ടായി.
10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമിത വിളിച്ചു. പപ്പയോട് എന്തൊക്കെയാ പറഞ്ഞത്? പപ്പ ആകെ മുഷിഞ്ഞിരിക്കുവാണല്ലോ. എനിക്ക് വേണ്ടി അല്പം കോംപ്രമൈസ് ചെയ്തൂടെ? എന്ത് കോംപ്രമൈസിന്റെ കാര്യമാണ് ആമി പറയുന്നത്? രാമുവിന്റെ കാര്യങ്ങളുടെ എല്ലാം അവസാന തീരുമാനം അമ്മയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞോ? ഉവ്വ്. സ്വന്തം തീരുമാനമില്ലാത്തൊരു മരുമകനോട് ഏതെങ്കിലും അമ്മായിയച്ഛന് താല്പര്യം തോന്നുമോ? അമ്മായിയച്ഛന്റെ താല്പര്യം ഞാൻ നോക്കണില്ല. അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞായറാഴ്ച ഞാൻ അമ്മയുമായി വരാം. ഞാൻ തോറ്റിരിക്കണു. രാമുവിനെ സ്നേഹിക്കണത് കൊണ്ട് മാത്രം. സ്നേഹത്തിന് മുന്നിൽ ഞാനും തോൽക്കും. സ്നേഹത്തിന്റെ മുന്നിൽ മാത്രം. മറ്റൊരിടത്തും കോംപ്രമൈസ് ഇല്ല. ഇക്കുറി ഫോൺ കട്ട് ചെയ്തത് രാമാനുജനാണ്. അയാൾ അമ്മയോട് കാര്യം പറഞ്ഞു. ഇപ്പോഴെങ്കിലും നിന്റെ കുട്ടിക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. നീ ഒരു കുടുംബമായി ജീവിക്കണത് കണ്ടാൽ മാത്രം മതി എനിക്ക്, ദേവിയേട്ടത്തി പറഞ്ഞു. എനിക്ക് വരുന്ന പെണ്ണ് ഒരു ദുഷ്ടാട്ടിക്കാരിയാണെങ്കിൽ അമ്മ എന്തു ചെയ്യും? രാമാനുജൻ ചോദിച്ചു. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അല്പ ഷാട്ടി കൊണ്ടൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാടാ. അതൊന്നും സാരമില്ല രാമു. അമ്മ പൊരുത്തപ്പെട്ടോളാം. നിങ്ങൾക്കിടയിൽ അമ്മയെ കൊണ്ടൊരു പരാതി ഉണ്ടാവില്ല. രാമാനുജന്റെ കണ്ണുകൾ നിറഞ്ഞു. ചുണ്ടൊന്നു വിതുമ്പി. അത്രയ്ക്ക് താഴണോ എന്റെ അമ്മ? നിനക്ക് നല്ലത് വരാനായി അമ്മ ഭൂമിക്കടിയിലേക്ക് അന്തർദാനം ചെയ്യാനും തയ്യാറാമോനെ. നീ സുഖമായിരിക്കണത് അമ്മയ്ക്ക് കാണണം. ആ കാഴ്ച നരകത്തിൽ പോയാലും അമ്മയ്ക്ക് സുഖമേ ഉണ്ടാവൂ. രാമാനുജൻ മറുപടി ഒന്നും പറഞ്ഞില്ല. നീ ഭയക്കണ തരത്തിലൊരു കുട്ടിയൊന്നും ആയിരിക്കില്ല അത്. എങ്ങനെയും ഇങ്ങടൊന്ന് വന്നോട്ടെ. ദേവി മകനെ സമാധാനിപ്പിച്ചു. ഞായറാഴ്ച രാമാനുജനും അമ്മയും അമിതയെ കാണാൻ പോയി. ഒരു സിനിമാ നിർമ്മാതാവിന് ചേർന്ന തരം രമ്യഹർമ്മ്യം. ദേവിയെ അതൊട്ടും സന്തോഷിപ്പിച്ചില്ല. തങ്ങളെക്കാൾ സാമ്പത്തികാവസ്ഥ കുറഞ്ഞൊരു കുട്ടിയായിരുന്നു എന്നും അവരുടെ സങ്കല്പത്തിൽ. പക്ഷേ രാമുവിന് ഈ ബന്ധം കൊണ്ട് ഒരു നന്മ സംഭവിക്കുമെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് മാത്രം ദേവി സമാധാനിച്ചു. ജീൻസ് ധരിച്ചാണ് അമിത രാമാനുജന്റെയും അമ്മയുടെയും മുന്നിലെത്തിയത്. രാമാനുജൻ അത് തീരെ ഇഷ്ടമായില്ല. ഇങ്ങനെ ഒരു വേഷത്തിൽ അയാൾ മുമ്പ് അമിതയെ കണ്ടിട്ടുമില്ല. അമ്മയ്ക്ക് എന്താ കുടിക്കാൻ എടുക്കേണ്ടത്? ദേവിയുടെ അരികിൽ വന്നിരുന്ന് അമിത അന്വേഷിച്ചു. തണുത്തതോ ചൂടുള്ളതോ? എന്തായാലും വേണ്ടിയില്ല മോളെ. കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് പോലും അമ്മയ്ക്ക് നിർബന്ധമില്ല. എങ്കിൽ ചായ എടുക്കാൻ പറയാം. അമിത അകത്തേക്ക് പോയി. അതിനുശേഷമാണ് അമിതയുടെ പപ്പയായ രവിചന്ദ്രനും അമ്മ ശാലിനിയും ഇരിപ്പ് മുറിയിലെത്തിയത്. രണ്ടു മുഖങ്ങളിലും ഒളിഞ്ഞ പുച്ഛമാണ് രാമാനുജൻ കണ്ടത്. അമ്മ വീട്ടിൽ പാട്ട് ക്ലാസ് നടത്തിയാണ് മിസ്റ്റർ രാമാനുജനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ അല്ലേ? രവിചന്ദ്രൻ ചോദിച്ചു. തന്നെ ചെറുതാക്കാൻ ചോദിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ രാമാനുജൻ അഭിമാനത്തിൽ സമ്മതിച്ചു. അതെ, അച്ഛൻ കൊല ചെയ്യപ്പെട്ടതാണില്ലേ? അടുത്ത ചോദ്യം. സത്യത്തിൽ എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? പെട്ടെന്നാണ് രാമാനുജന്റെ ക്ഷമ തകർന്നത്. ഇത്തരത്തിൽ ഞാൻ ബോധ്യപ്പെടുത്തേണ്ട പശ്ചാത്തലങ്ങളുടെ ഒരു ലിസ്റ്റ് കുറിച്ച് തരൂ. ഞാനത് വിശദമായി കടലാസിൽ എഴുതി ഏൽപ്പിക്കാം. മോനെ. ശാസ്ത്രനിയിൽ ദേവി മകനെ നോക്കി. ഓർക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ച് മനഃപൂർവ്വം എന്റെ അടുത്ത് ചോദിക്കണത് എന്നെ ഒഴിവാക്കാനാണമ്മേ, രാമാനുജൻ പറഞ്ഞു. അമ്മ എഴുന്നേൽക്ക്, നമുക്ക് പോകാം. അയാൾ എഴുന്നേറ്റ് കഴിഞ്ഞു. ഓർക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണിതെന്നും എനിക്കറിയില്ലായിരുന്നു. സ്പഷ്ടമായ പരിഹാസത്തോടെ രവിചന്ദ്രൻ ചിറികൂട്ടി. ഒരു പക്ഷേ ഇത്തരത്തിൽ പല കാര്യങ്ങളും കാണുമായിരിക്കും നിങ്ങൾ അമ്മയ്ക്കും മകനും. സത്യത്തിൽ അതിന്റെ ലിസ്റ്റാണ് ഇങ്ങോട്ട് കുറിച്ചു തരേണ്ടത്. നിർബന്ധമാണെങ്കിൽ ഞാനത് ഒഴിവാക്കാം. എന്നാലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തരുമ്പോൾ വരനെ സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചറിയാതെ പറ്റുമോ? അതിനിങ്ങനെ ബഹളം വെച്ചാലോ? ട്രെയിൽ 2 കപ്പ് ചായയുമായി അമിത മുറിയിലേക്ക് വന്നത് അപ്പോഴാണ്. എന്താ രാമു എണീറ്റിരിക്കണത്? അവൾ രാമാനുജനോട് തിരക്കി. എന്തു പറ്റി? പോകാൻ പുറപ്പെടാ? എന്തേ കാര്യം? അമിത തിരിഞ്ഞ് ചോദ്യഭാവത്തിൽ രവിചന്ദ്രനെ നോക്കി. എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? രാമാനുജൻ അമിതയോട് ചോദിച്ചു. അപമാനിക്കാനോ? എന്റെ ജീവിതത്തിലെ വേദനിപ്പിക്കണ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇയാളെ മുൻകൂർ അറിയിച്ചിരുന്നു. പിന്നെന്തിനാ അതേക്കുറിച്ച് ചോദിച്ച് ഞങ്ങളെ കുത്തി നോവിക്കണത്? എന്റെ കാര്യമല്ല എനിക്ക് പ്രശ്നം. എന്റെ അമ്മയെ ഹർട്ട് ചെയ്യുന്ന വർത്തമാനം ഞാൻ പൊറുക്കില്ല. പപ്പയോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. രവിചന്ദ്രനെ നോക്കി അമിത ചിണുങ്ങി. ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ ഒഴിവാക്കണമെന്ന്. ഈ ആലോചന തെറ്റിപ്പോയാൽ ഞാൻ വേറെ കല്യാണത്തിന് സമ്മതിക്കില്ലാന്നു. എന്ന് വെച്ച് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് അറിയണ്ടേ മോളെ? രവിചന്ദ്രൻ ആരാഞ്ഞു. മറ്റാരോടും അല്ലല്ലോ നമ്മൾ അന്വേഷിച്ചത്, രാമാനുജനോട് തന്നെയല്ലേ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കണത്? നിന്നെ വിവാഹം ആഗ്രഹിച്ച് എത്രയോ മിടുക്കന്മാർ. ആ വാചകം പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല രാമാനുജൻ. നോക്ക്, എന്റെ ബാക്ക്ഗ്രൗണ്ട്സ് അത്ര നന്നല്ല. ഈ ആലോചനയിൽ നിന്ന് ഒഴിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആവാം.
കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ട. രാമു, എന്താ ഇത്? ചായക്കപ്പുകളും ട്രേയും ടീപ്പോയിൽ വെച്ചിട്ട് അമിത വന്ന് രാമാനുജന്റെ കൈ പിടിച്ചു. രാമു, ഇരിക്കൂ. പപ്പ കാണുക തന്നെ അവൾ രാമാനുജനെ പിടിച്ചിരുത്തി. പപ്പയുടെ ഇഷ്ടപ്രകാരമല്ല ഈ കല്യാണം നടക്കാൻ പോണത്, എന്റെ ഇഷ്ടപ്രകാരമാ. രാമു അല്ലാതെ എനിക്ക് വേറെ ആരെയും വേണ്ട. അത് പപ്പയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയണത് കേട്ടല്ലോ. പിന്നെന്താ, ഇനി രാമുവിനെ അമ്മയെ ഹർട്ട് ചെയ്യണ ഒരക്ഷരം ഇവിടെ ആരും മിണ്ടില്ല. അത് പോരെ? രാമാനുജൻ മറുപടി പറഞ്ഞില്ല. അയാളുടെ കിതപ്പ് താണുമില്ല. പക്ഷെ ദേവി അറിയിച്ചു, മതി മോളെ, ഇത്തിരി മുൻശുണ്ടി ഉണ്ടെന്നേ ഉള്ളൂ. പാവമാ എന്റെ രാമു. കുട്ടിയെ അവൻ ഒരു തരത്തിലും വേദനിപ്പിക്കില്ല. ഞാൻ വാക്ക് തരാം. വാക്ക് തരേണ്ടതും മറുപടി തരേണ്ടത് രാമാനുജനല്ലേ? അമിതയുടെ അമ്മ ശാലിനി ചോദിച്ചു. അതിനല്ലേ വില? അയാൾ മിണ്ടാതിരിക്കുമ്പോ ഇവളെന്തിനാ ഇങ്ങനെ കാല് പിടിക്കണത്? ലോകത്തിൽ വേറെ ആൺകുട്ടികളില്ലാത്തതുപോലെ ഇങ്ങനെ എത്ര കാലം ഒരാളെ കാല് പിടിച്ചു നിർത്തും? അസഹ്യതയിൽ ശാലിനി എഴുന്നേറ്റ് അകത്തേക്ക് പോയി. പുറകെ രവിചന്ദ്രനും എഴുന്നേറ്റ് നടന്നു. സോറി രാമു. അമിത തൊഴുതു. എന്റെ പപ്പയും മമ്മി ഇങ്ങനെയായിപ്പോയി. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ പൊറുക്ക്. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വീടെടുത്ത് താമസിക്കാലോ. പിന്നെ ആരെയും ഫേസ് ചെയ്യണ്ട. ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. രാമാനുജൻ വീണ്ടും എഴുന്നേറ്റു. ഈ ചായ? അമിത കപ്പെടുത്തു. വേണ്ട, രാമാനുജൻ പറഞ്ഞു. നിർബന്ധിച്ചിട്ട് കാര്യമില്ലെന്ന് അമിതയ്ക്ക് തോന്നി. ദേവി പക്ഷേ എഴുന്നേറ്റൊരു കപ്പെടുത്തു. മോള് സ്നേഹമായി കൊണ്ടുവന്നയല്ലേ, ഞാനിതെടുക്കുക. അവർ ചായ കുടിച്ച് കപ്പ് ട്രേയിൽ വെച്ചു. സ്നേഹപൂർവ്വം അമിതയുടെ ചുമലിൽ തഴുകി. മോള് വിഷമിക്കണ്ട, ഞാൻ ഇവനെ പറഞ്ഞു മനസ്സിലാക്കാം. ഞാൻ പറയണതിനപ്പുറം ഒന്നുമില്ല അവന്. അമിത മുഖം കുനിച്ചു നിന്നു. ഇറങ്ങാം, രാമാനുജൻ അമ്മയോട് പറഞ്ഞു. ഇറങ്ങട്ടെ മോളെ? ദേവി അമിതയോട് യാത്ര പറഞ്ഞു. വീട്ടിലെത്തിയതും രാമാനുജൻ അറിയിച്ചു, അമ്മയെ ഞാൻ വെറുതെ ബുദ്ധിമുട്ടിച്ചു. നമുക്ക് ചേരുന്ന ആളുകളല്ല അവർ. എന്നായാലും നമ്മൾ അവരെ കൊണ്ട് ദുഃഖിക്കേണ്ടി വരും. പക്ഷേ ആ കുട്ടി സ്നേഹമുള്ളവളാടാ. ദേവി പറഞ്ഞു. നിനക്ക് വേണ്ടി അവൾ സ്വന്തം അച്ഛനെ അമ്മയെ എതിർത്തത് കണ്ടില്ലേ? പ്രത്യേകം വീടെടുത്ത് താമസിക്കാമെന്ന് പോലും പറഞ്ഞില്ലേ? ഇതിൽ കൂടുതൽ ഒരു പെൺകുട്ടിക്ക് എന്ത് കഴിയുമെടാ? ആണുങ്ങളല്ലേ കരുത്ത് കാണിക്കേണ്ടത്. അമിത പറയണതും കാണിക്കുന്നതും ഇപ്പോഴത്തെ ഒരു ആവേശം മാത്രമാണമ്മേ. കുറെ കഴിയുമ്പോ അവൾക്ക് പപ്പയും അമ്മയും പറഞ്ഞതാണ് ശരിയെന്ന് തോന്നിക്കൂടാന്നില്ല. അമ്മ ആ വേഷം കണ്ടില്ലേ? എന്റെ ഭാര്യയുടെ സങ്കല്പത്തിൽ അതൊന്നുമില്ല. ചുരിദാർ വരെ ആകാം, ജീൻസ് ഒക്കെ ഇട്ട്. ഇന്നത്തെ പെൺകുട്ടികളല്ലേ രാമു? നമ്മുടെ കർക്കിടകം ദേശത്ത് തന്നെ ജീൻസ് ഇട്ട് നടക്കണ കുട്ടികളില്ലേ? ഇത് ടൗണിന്റെ നടുക്ക് പാർക്കണ കുട്ടി. ഇത്ര കുനിഷ്ടൊന്നും വേണ്ടാട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ ഇഷ്ടപ്പടി നടത്തിയാ മതി നീ. രാമാനുജൻ പിന്നെ തർക്കമൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് ബാങ്കിൽ വെച്ച് കണ്ടപ്പോൾ അമിത അയാളോട് പറഞ്ഞു, അനാർഭാടമായി വിവാഹം നടത്തിക്കോളാനാ പപ്പയും മമ്മിയും പറഞ്ഞിരിക്കണത്. രണ്ടു കൂട്ടരുടെയും ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രം ക്ഷണിച്ച്. അപ്പോ സിനിമക്കാരൊന്നും ഉണ്ടാവില്ലേ കല്യാണത്തിന്? രാമാനുജൻ ചിരിയോടെ തിരക്കി. സിനിമക്കാര് വേണമെന്ന് നിർബന്ധമുണ്ടോ രാമുവിന്? എന്റെ നിർബന്ധം പറഞ്ഞതല്ല. ഒരു നമ്പർ 1 സിനിമ നിർമ്മാതാവിന്റെ മകളുടെ കല്യാണമല്ലേ, അതും ഒറ്റ മോളുടെ. ഒരുപക്ഷെ വരന് സ്റ്റാറ്റസ് പോരാത്തത് കൊണ്ടാവും. മറ്റുള്ളവർ ചോദിച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ചെക്കൻ എന്ന് പറയേണ്ടി വരില്ലേ? വേണമെങ്കിൽ രജിസ്റ്റർ മാരേജ് ആവാം. എനിക്ക് സമ്മതമാണ് കേട്ടോ. എങ്ങനെയും കല്യാണം ഒന്ന് നടന്നാൽ മതിയെന്നേ ഉള്ളൂ എനിക്ക്. എന്തോ പന്തികേട് പിണഞ്ഞ ഭാവത്തിലാണ് അമിത പറഞ്ഞത്. ബാങ്കിനടുത്ത് ഒരു 3 ബെഡ്റൂം 2 നില വീട് കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ. മുന്നിൽ ഒരു ഗാർഡനും സ്വിമ്മിംഗ് പൂളും താമരക്കുളവും ഒക്കെ ഉണ്ട്. പപ്പ അത് വാങ്ങിത്തരാമെന്ന് ഏറ്റു. ബാങ്കിനടുത്ത് വീട് വാങ്ങുന്ന എന്തിന്? നമുക്ക് എന്റെ വീട്ടിൽ താമസിക്കാം, രാമാനുജൻ പറഞ്ഞു. ദൂരം കുറയില്ലേ? താനെന്റെ ബൈക്കിന് പിന്നിലിരുന്നാ മതി. അതൊരു സുഖമല്ലേ? വെയിലും കാറ്റുമേറ്റാൽ ഷോ കർക്കോ. രാമാനുജൻ ചിരിച്ചു. എങ്കിൽ നമുക്ക് ലോൺ എടുത്തൊരു കാറ് വാങ്ങാം, പോരെ? നമുക്ക് ഞാൻ പറഞ്ഞ വീട് വാങ്ങാൻ രാമു. അതിലെന്താ ഇപ്പൊ അത്ര കുഴപ്പം? പപ്പയുടെ പണമായതുകൊണ്ടാണോ? പണം തരുമെന്നല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് വരിക പോലും ഇല്ല പപ്പ. അതുകൊണ്ടല്ല അമ്മി. ഞങ്ങളുടെ വീട് വിട്ട് അമ്മ ടൗണിലേക്ക് വരില്ല, അതാ. അമ്മ വരണ്ട, അമ്മ അവിടെ തന്നെ താമസിച്ചോട്ടെ. രാമാനുജൻ കണ്ണു വിഴിച്ചു. അമ്മയെ അവിടെ തനിച്ച് താമസിപ്പിക്കാനോ? സന്ധ്യക്ക് 7 അടിക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തിയില്ലെങ്കിലെത്താ അമ്മയുടെ അവസ്ഥ എനിക്കേ അറിയൂ. വേറെ എത്ര നല്ല ജോലി കിട്ടിയതെനിക്ക്. ഈ ബാങ്കിൽ തന്നെ ഞാൻ ചടഞ്ഞുകൂടിയിരിക്കണത് എന്താ? അമ്മേ, ഒരു രാത്രി പോലും പിരിയാതിരിക്കാനാ. ഇത്തവണ നടുക്കമുണ്ടായത് അമിതയ്ക്കാണ്. അവൾ ഒരു നിമിഷം
അനക്കമറ്റ് രാമാനുജനെ നോക്കിയിരുന്നു. എന്താ അമ്മി? രാമാനുജൻ ചോദിച്ചു. അപ്പോ അമ്മയെ പിരിഞ്ഞ് ഒരു രാത്രി പോലും കഴിയില്ലേ രാമു? മനഃപൂർവ്വം ഞാനങ്ങനെ ചെയ്യില്ല. എൻ്റെ അമ്മ ജീവിച്ചിരിക്കുവോളം. മറ്റെന്തെങ്കിലും പ്രത്യേക സാഹചര്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാനാവും? അപ്പോ മരണം വരെ അമ്മയുണ്ടാവും നമ്മളോടൊപ്പം. അമിതയുടെ മുഖം ചുവന്നു. ഇതെന്താ അമ്മി താൻ ആവർത്തിച്ച് ചോദിക്കണത്? ഞാൻ പറഞ്ഞല്ലോ. എന്തേ? തനിക്കത് ഇഷ്ടമല്ലേ? എന്റെ പപ്പയും അമ്മയെ എതിർത്ത് അവരെ പിരിഞ്ഞാണ് ഞാൻ രാമുവിനോടൊപ്പം ജീവിക്കാൻ വരണത്. അമിതയുടെ തൊണ്ടയിടറി. അതവർക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. അതുപോലല്ലോ എൻ്റെ അമ്മ. അമ്മയ്ക്ക് തന്നെ ജീവനാണ്. എപ്പോഴും തന്നെപ്പറ്റി പറയാനേ ഉള്ളൂ നേരം. ശരിയാവാം. എന്നാലും പപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒറ്റ മോളാ. എന്നിട്ട് ഞാൻ അവരെ പിരിയാൻ തയ്യാറായോ? അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ പിരിയണമോ? രാമാനുജന് അല്പം വികാരക്ഷോഭമുണ്ടായി. തൻ്റെ എൻ്റെയും കാര്യം വളരെ ഡിഫറൻ്റ് ആണ്. എനിക്കറിയാം. അമിത മുഖം തിരിച്ചു. ഞാൻ സ്ത്രീയാണ്, സഹിക്കേണ്ടവളാണ്. അതല്ലേ ഉദ്ദേശിച്ചത്? പക്ഷേ കാലം ഒരുപാട് മാറി രാമു. അമി ചുമ്മാ പൊട്ടത്തരം പറയരുത്. രാമാനുജന് ശുണ്ടി വന്നു. ഒരു തരം തേർഡ് റേറ്റ് പെണ്ണുങ്ങളെ പോലെ. ഞാൻ ഉദ്ദേശിച്ചത് അതൊന്നുമല്ല. അമിയുടെ പപ്പയ്ക്കും മമ്മയുണ്ട്, മമ്മിക്ക് പപ്പയും. ഇവർക്ക് രണ്ടുപേർക്കും സ്വന്തം സുഹൃത്തുക്കളും ബന്ധുക്കളും സിനിമാ വ്യവസായവും വേറെ 100 കൂട്ടം തിരക്കുകളും ഉണ്ട്. എൻ്റെ പാവ അമ്മയ്ക്ക് പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടിയാ എൻ്റെ അമ്മ ഉണരുന്നത്. ബാങ്കിലേക്ക് എന്നെ യാത്ര അയച്ചാൽ പിന്നെ ഞാൻ തിരിച്ചു ചെല്ലാനുള്ള കാത്തിരിപ്പാ പകൽ മുഴുവൻ. ഞാൻ ചെന്നു കഴിഞ്ഞാൽ പിന്നെ യന്ത്രത്തെ പോലെ ഓടി നടന്ന് പണിയെടുക്കാൻ തുടങ്ങും. ഞാൻ ഉറങ്ങിയട്ടെ, ഇപ്പോഴും അമ്മ ഉറങ്ങും. ആ അമ്മയെ ഞാൻ ഉപേക്ഷിച്ചാൽ. അറിയാതെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ എൻ്റെ അമ്മയില്ല. ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അമിത ആരാഞ്ഞു. അമ്മയുടെ ചെലവിന് വേണ്ടുന്നതിലധികം പണം കൊടുക്കാം, മാസം തോറും. വേണേച്ചാ രാമുവിന്റെ മുഴുവൻ ശമ്പളം അമ്മയ്ക്ക് കൊടുത്തോളൂ. മാസത്തിൽ 1-2 ദിവസം നമുക്ക് ഒരുമിച്ച് പോയി അമ്മയെ കാണുകയും ചെയ്യാം. വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യാം. അതുവരെ അമ്മ തനിച്ചാ വീട്ടിൽ അല്ലേ? തനിച്ചാക്കണ്ട. അപ്പോൾ തന്നെ മറുപടി ഉണ്ടായി അമിതയ്ക്ക്. വിശ്വസ്തയായൊരു ലേഡി സർവന്റിനെ വെക്കാം. അവിടെ അത്ര വൃദ്ധിയൊന്നും അല്ലല്ലോ രാമുവിന്റെ അമ്മ. വേണേച്ചാ രാത്രി സെക്യൂരിറ്റിയും വെക്കാം. എന്നാലും എൻ്റെ അമ്മയെ നമ്മോടൊപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ താമസിക്കാൻ അനുവദിക്കില്ല അല്ലേ? രാമാനുജന്റെ സ്വരത്തിൽ രോഷം തിളച്ചു. ഞാൻ അനുവദിക്കാഞ്ഞിട്ടാണോ? അമിതയ്ക്ക് ദേഷ്യം വന്നു. സ്വന്തം വീട് വിട്ട് അമ്മ വരില്ലെന്ന് രാമു തന്നെയല്ലേ പറഞ്ഞത്? ഏതായാലും ബാങ്കിൽ നിന്ന് അത്ര ദൂരെ യാത്ര ചെയ്ത് ആ കൊച്ചു വീട്ടിൽ വന്ന് സ്ഥിരമായി താമസിക്കാൻ ഞാൻ തയ്യാറല്ല തന്നെ. ബാങ്കിലെ ഡൈനിങ് ഹാളിലായിരുന്നു അമിതയും രാമാനുജനും. അവർ രണ്ടുപേരും മാത്രമായി. അമിയും രാമുവും പ്രതിശ്രുത വധുവരന്മാരാണെന്ന് അറിയാവുന്നതുകൊണ്ട് സഹപ്രവർത്തകരാരും അവിടേക്ക് വന്നതുമില്ല. ശരി, ഒരു നിമിഷം ആലോചിച്ചിട്ടാണ് രാമാനുജൻ ബാക്കി പറഞ്ഞത്. ഞാൻ അമ്മയോട് സംസാരിക്കാം. അമി എന്നോട് കാട്ടുന്ന സ്നേഹത്തെ മാനിച്ച് അച്ഛനും ഒരുമിച്ച് ജീവിച്ച ഇത്തിരി ദിവസങ്ങളുടെ സ്മരണയിലാണ് അമ്മയ്ക്ക് ആ വീട് വിട്ടു പോരാൻ പ്രയാസം. ഏതായാലും എൻ്റെ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കിയാൽ അമ്മ നമ്മോടൊപ്പം വന്ന് താമസിക്കാൻ തയ്യാറാകുമെന്നത് എനിക്ക് തീർച്ചയായും. പെട്ടെന്ന് അമിത വല്ലാത്തൊരു വിമ്മിട്ടത്തോടെ മുന്നിലെ ടേബിളിലേക്ക് മുഖം അണച്ചു. രാമാനുജനൊന്നും മനസ്സിലായില്ല. എന്താ, അമ്മ നമ്മോടൊപ്പം വന്ന് താമസിക്കുന്നത് ഇഷ്ടമില്ല? ദേഷ്യത്തിന്റെ ഒരു ചീറലോടെ അമിത മുഖമുയർത്തി. എനിക്കും രാമുവിനും ഇടയിൽ എപ്പോഴും അമ്മയുണ്ടായിരിക്കണത് എനിക്ക് ഇഷ്ടമല്ല. തുറന്നു പറയാ, അമ്മ പാവമായിരിക്കാം. എന്നാലും എൻ്റെ പപ്പയും അമ്മയും ഉപേക്ഷിച്ച് കൂടെ വന്നിട്ട് രാമുവിൻ്റെ അമ്മയെ ഒപ്പം പാർപ്പിക്കണത് എനിക്ക് സഹിക്കാനാവില്ല. അങ്ങനെ അമ്മയുടെ ഉണ്ണിയായ ഒരു ഭർത്താവിനെ ഏത് ഭാര്യയ്ക്കാ താങ്ങാനാവുക? അമ്മയുടെ ഉണ്ണിയോ? ആ, അമ്മയെ പിരിയാതെ ചെറിയ കുട്ടികളുടെ മാതിരി സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന മുതിർന്ന പുരുഷന്മാർക്കായിട്ടുള്ള പേരാ അത്. അത്തരക്കാർക്ക് അമ്മ മാത്രമേ പറ്റൂ. ഭാര്യ അധിക പറ്റാവൂ. അത് തന്നെ പോലെ ചില വിഡ്ഢി പെണ്ണുങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അമ്മയെ സ്നേഹിക്കുന്ന പുരുഷന്മാർ ഭാര്യയോടും അതേ ആത്മാർത്ഥത കാട്ടും. നല്ല ഭാര്യമാർക്കതറിയാം. ഭാര്യയെ കിട്ടുമ്പോൾ അമ്മയെ മറക്കുന്നവൻ മറ്റൊരു സുന്ദരിയെ കാണുമ്പോൾ ഭാര്യയും കൈവിടും. കൈവിട്ടോട്ടെ, എന്നാലും ഉള്ളത്ര കാലം സന്തോഷമായി കഴിയാലോ. എൻ്റെ പപ്പ എനിക്ക് വാങ്ങിത്തരണ വീട്ടിൽ രാമുവിൻ്റെ അമ്മ കൂടി വേണമെന്ന് നിർബന്ധമാണെങ്കിൽ. ഒരു നിമിഷം വീർപ്പ് മുട്ടിയിട്ടാണ് അമിത ബാക്കി പറഞ്ഞത്. പപ്പ നിശ്ചയിക്കണ ഏതെങ്കിലും കല്യാണത്തിന് ഞാൻ സമ്മതിക്കേണ്ടി വരും. ഓക്കെ, പെട്ടെന്നായിരുന്നു രാമാനുജന്റെ മറുപടി. ഏതായാലും എൻ്റെ അമ്മയെ തനിച്ചാക്കാൻ ഞാൻ തയ്യാറല്ല.
അയാൾ എഴുന്നേറ്റു. അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കരുതെന്ന് ഒരു പഴയ ചൊല്ലുണ്ട്. അതിന്റെ അർത്ഥം അവരെ നമ്മൾ തന്നെ നോക്കണമെന്നാ. പണമോ വീടോ ഭക്ഷണമോ കൊടുത്താ പോരാ, അവരെ നമ്മോടൊപ്പം പാർപ്പിച്ച് സംരക്ഷിക്കണം. ഒരാൾ സ്വന്തം മക്കളെ മറന്നാൽ പൊറുക്കാം, മക്കളുടെ മുന്നിൽ ഒരു വലിയ ഭാവിയുണ്ട് എന്ന് ഈ ലോകത്തുനിന്ന് യാത്ര പറയുമെന്ന് നിശ്ചയമില്ലാത്ത മത്സരായ മാതാപിതാക്കളെ കൈവിടണ മഹാന്മാർക്ക് ഒരു കാലത്ത് മാപ്പില്ല. അവരെ സ്വീകരിക്കാൻ നരകം മാത്രമേ കാണൂ. അതവർക്ക് വൈകിയേ മനസ്സിലാവൂന്ന് മാത്രം. ഏതായാലും ഇത്തരത്തിലൊരു ചെറുപ്പക്കാരൻ ഈ യുഗത്തിൽ നിങ്ങൾ മാത്രമേ കാണൂ. അതിന്റെ പേരിൽ ഈ യുഗം എന്നെ പേപ്പട്ടിയെ പോലെ തച്ചു കൊന്നാലും സാരമില്ല. ഒരു കാലത്ത് ഞാൻ എൻ്റെ അമ്മയെ ഉപേക്ഷിക്കില്ല. അതിന്റെ പേരിൽ എന്തും എനിക്ക് നഷ്ടപ്പെട്ടോട്ടെ. രാമാനുജൻ മുറി വിട്ടുപോയി. അയാൾ സീറ്റിലെത്തി 10 മിനിറ്റെങ്കിലും കഴിഞ്ഞാണ് അമിത സീറ്റിലെത്തിയത്. എങ്കിലും പെട്ടെന്ന് തന്നെ അവൾ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്ത് പുറത്തുപോയി. നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? തൊട്ടടുത്ത സീറ്റിലെ കിഷോർ തിരക്കി. ഏയ്, രാമാനുജൻ പുഞ്ചിരിച്ചു. അമ്മയ്ക്ക് വീട്ടിലെന്തോ അത്യാവശ്യമുണ്ട്. പക്ഷേ കരഞ്ഞതുപോലെ അമിതയുടെ കണ്ണും മുഖവും വീർത്തിരിക്കുന്നല്ലോ. കിഷോർ ശങ്കയെ രാമാനുജനെ നോക്കി. രാമാനുജൻ മറുപടി പറഞ്ഞില്ല. എങ്കിലും അയാൾക്ക് വിഷമം തോന്നി. തൻ്റെ ഒപ്പം ജീവിക്കാൻ ഒരുപാട് മോഹിച്ച പെൺകുട്ടിയാണ് അമിത. അതിനായി ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്തു. അവളുടെ നിലപാടിലാണ് തകരാറ് സംഭവിച്ചത്. രാത്രി വീടിന്റെ മുറ്റത്തിറങ്ങി നിന്നും മൊബൈൽ അയാൾ അമിതയെ വിളിച്ചു. നിങ്ങൾ ഇനി എന്നോട് സംസാരിക്കണ്ട. പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള മറുപടി. നമ്മളിനി യോജിക്കില്ല. നിങ്ങളുടെ അമ്മ കാരണമാണ് അച്ഛൻ കൊല്ലപ്പെട്ടതെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവരെ ഒഴിച്ചു നിർത്താൻ പപ്പയും മമ്മയും വാശി പിടിച്ചത്. കൂട്ടത്തിൽ നിങ്ങളെക്കുറിച്ചും കേട്ടിരുന്നു. നിങ്ങൾക്ക് ഒരു പഴയ പ്രേമമുണ്ടെന്നു. അനാവശ്യം പറയരുത്. രാമാനുജൻ ശബ്ദമേർത്തി. അനാവശ്യമോ? അവളുടെ പേര് ഞാൻ പറയട്ടെ. ഗംഗ. ആ കുട്ടിയുടെ വീട്ടുകാർ എതിരായിരുന്നു. അവളിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ്. എങ്കിലും ഭർത്താവ് 2 അറ്റാക്ക് കഴിഞ്ഞ ആളായതിനാൽ വീണ്ടും അവൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടത്രേ. ഇന്നത്തെ നിങ്ങളുടെ കടുംപിടുത്തം കണ്ടപ്പോ എനിക്കും അത് ബോധ്യമായി. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. അമിത ലൈൻ കട്ട് ചെയ്തു. അമിതയെ നഷ്ടപ്പെട്ടതിൽ രാമാനുജന് വിഷമമില്ലായിരുന്നു. അതുമൂലം സിനിമയിൽ പാടാനുള്ള അവസരം നഷ്ടപ്പെടുന്നതിലും. പക്ഷേ ഗംഗയെ ചേർത്തുള്ള വാർത്ത അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. സത്യത്തിൽ അത് ഒഴിവാക്കാനായിരുന്നു അമിതയിലേക്ക് അള്ളിപ്പിടിച്ചതും. രാത്രി അത്താഴം വിളമ്പുമ്പോൾ ദേവി രാമാനുജനോട് പറഞ്ഞു, രാജീവ് ആശുപത്രിയിൽ നിന്ന് വന്നൂട്ടോ. രാമാനുജന് സന്തോഷമായി. അമ്മ കാണാൻ പോയോ? പോയി. ആശുപത്രിയിൽ ചെന്ന് കാണാൻ പറ്റിയില്ലല്ലോ. വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു അതിൽ. രാജീവ് സന്തോഷമായിരിക്കണോ? എന്തോ പഴയ ഉത്സാഹം ഇല്ല. ദേവിയുടെ മുഖം മങ്ങി. നമ്മളോടെന്തോ അസ്കിതയുള്ളതുപോലെ എനിക്ക് തോന്നി. ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ പഴയ വർത്താനം ഒന്നുമില്ല. ചോദ്യങ്ങൾക്കൊരു മൂളലോ തലയാട്ടലോ. അത് നമ്മളോട് അസ്കിതയുള്ളത് കൊണ്ടൊന്നും അല്ലമ്മേ, രാമാനുജൻ പറഞ്ഞു. ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്ക് വിഷമം കാണില്ലേ? പേടിച്ചു വേണ്ടേ ഇനി ജീവിക്കാൻ? എന്റെ പ്രായം പോലും കാണില്ല. കല്യാണം കഴിഞ്ഞിട്ട് ആണ്ട് തികഞ്ഞോന്ന് സംശയം. ഈശ്വര, അതുങ്ങൾക്കൊന്നും വരുത്തല്ലേ. മുകളിലേക്ക് നോക്കി ദേവി കൈകൂപ്പി. പലതുകൊണ്ടും രാത്രി ഉറങ്ങാനായില്ല രാമാനുജന്. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് കർക്കിടക മുകുന്ദന്റെ പടിക്കെട്ടുകൾക്ക് മുന്നിലെത്തി അയാൾ. അതാ മഞ്ഞിലൂടെ പടികൾ ഇറങ്ങി ഗംഗ. തിരിച്ചറിയാൻ രാമാനുജൻ സമയമെടുത്തു. ഈറൻ നേരിയത് അഴിഞ്ഞുകിടക്കുന്ന മുടിയിലൂടെ തുള്ളികൾ ഇറ്റു വീഴുന്നു. ഗംഗയെ തനിച്ച് ഒരിക്കലും ക്ഷേത്രത്തിൽ കണ്ടിട്ടില്ല. അമ്മയോ അച്ഛനോ ഗൗരിയോ ഇവരാരുമില്ലെങ്കിൽ വൃദ്ധയായ പരിചാരിക ചിന്നുമാളുവമ്മോ കൂടുണ്ടാവും. സുഖമില്ലാത്ത സ്ഥിതിക്ക് രാജീവിന് കൂടെ വരാൻ കഴിയില്ലെങ്കിൽ ഗൗരി ഒപ്പം കാണേണ്ടതാണ്. പക്ഷേ ആരും പിന്നിലില്ല. പരിസരത്ത് കാറും കിടക്കുന്നില്ല. ഗംഗയുടെ മുന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് രാമാനുജൻ ആലോചിച്ചത്. പക്ഷേ അവളുടെ കൺമുന്നിലായിരുന്നു അയാൾ. പരിസരം തീർത്തും വിജനം. പടികളിറങ്ങി താഴെ രാമാനുജന്റെ തൊട്ടു മുന്നിലെത്തിയ ഗംഗ അയാളെ നോക്കി ദീനമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്തേ തനിച്ച്? രാമാനുജൻ ചോദിച്ചു. ഗൗരിക്ക് വരാൻ വയ്യ, ഗംഗ പറഞ്ഞു. അമ്മയ്ക്കും ചിന്നുവാളും അമ്മയ്ക്കും അച്ഛനും ഒന്നും വെളുപ്പിനെ കുളിക്കാനും വയ്യ. സാരയില്ല, നമ്മുടെ ദേശമല്ലേ, നടന്നു വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. പൊടുന്നനെ ആ കണ്ണുകളിൽ നനവ് പടർന്നു. ഒരു തിങ്കൾ മുഴുവൻ കുളിച്ചീറനോടെ ഭഗവാന് നിർമാല്യം തൊഴാമെന്ന് നേർന്നിരിക്കുക ഞാൻ. അതാർക്ക് വേണ്ടിയാണെന്നും എന്തിനു വേണ്ടിയാണെന്നും രാമാനുജന് മനസ്സിലായി. ഗംഗയോട് അയാൾക്ക് അലിവും ആദരവും തോന്നി.
മുടക്കമൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. ഗംഗയുടെ തൊണ്ടയിടറി. രാമാനുജനെ കടന്ന് അവൾ മെല്ലെ മുന്നോട്ട് നീങ്ങി. പിന്നെ നിന്നു, തിരിഞ്ഞു നോക്കി. എന്നിട്ട് ദീനമായ പുഞ്ചിരിയോടെ ചോദിച്ചു, ഏട്ടൻ തൊഴാൻ വന്നതാ? ഏട്ടൻ എന്നാ വിളി രാമാനുജന്റെ നെഞ്ചിൽ തൊട്ടു. രാമേട്ടൻ എന്നായിരുന്നു ഗൗരിയും ഗംഗയും വിളിച്ചിരുന്നത്. ഗംഗ സംസാരിക്കുന്നതാണെങ്കിൽ എത്രയോ വിരളം. അതെ, രാമാനുജൻ പറഞ്ഞു. രാത്രി ഉറങ്ങാനായില്ല. മനസ്സ് നോവുമ്പോ ഇവിടെ വന്നാലേ ശരിയാകൂ. എല്ലാവർക്കും അങ്ങനെയാ, ഗംഗ പറഞ്ഞു. ചോദിക്കണതെല്ലാം തന്ന് ശാഠ്യം തീർക്കണ ആളൊന്നുമല്ല. പക്ഷേ കിട്ടണത് കൊണ്ട് സന്തോഷിപ്പിക്കാൻ പഠിപ്പിച്ചു തരും ഭഗവാൻ. ഗംഗ വീണ്ടും നടന്നു. അവൾ പറഞ്ഞത് മുഴുവനായും രാമാനുജന് മനസ്സിലായി. കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുന്ന നല്ല കുട്ടിയാണ് ഗംഗ. രാമാനുജൻ തിരിഞ്ഞ് പടിക്കെട്ടുകൾ കയറി. ഗംഗ പാലാട്ടെത്തുമ്പോൾ തലയിണകളിൽ ചാരി കിടക്കയിൽ കാൽ നീട്ടിയിരിക്കുകയാണ് രാജീവ്. കയ്യിൽ പത്രമുണ്ട്. മുകളിലെ മുറിയിൽ നിന്ന് കിടപ്പ് താഴേക്ക് മാറ്റിയിരുന്നു. വാതിക്കൽ കാലച്ച കേട്ടതും പത്രത്തിൽ നിന്ന് മുഖമമർത്തി അയർ. അമ്മ കാണാൻ പോയോ? പോയി. ആശുപത്രിയിൽ ചെന്ന് കാണാൻ പറ്റിയില്ലല്ലോ. വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു അതിൽ. രാജീവ് സന്തോഷമായിരിക്കണോ എന്തോ, പഴയ ഉത്സാഹം ഇല്ല. ദേവിയുടെ മുഖം മങ്ങി. നമ്മളോടെന്തോ അസ്കിതയുള്ളതുപോലെ എനിക്ക് തോന്നി. ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ പഴയ വർത്താനം ഒന്നുമില്ല. ചോദ്യങ്ങൾക്കൊരു മൂളലോ തലയാട്ടലോ. അത് നമ്മളോട് അസ്കിതയുള്ളത് കൊണ്ടൊന്നും അല്ലമ്മേ, രാമാനുജൻ പറഞ്ഞു. ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് വിഷമം കാണില്ലേ? പേടിച്ചു വേണ്ടേ ഇനി ജീവിക്കാൻ? എൻ്റെ പ്രായം പോലും കാണില്ല. കല്യാണം കഴിഞ്ഞിട്ട് ആണ്ട് തികഞ്ഞോന്ന് സംശയം. ഈശ്വര, അതുങ്ങൾക്കൊന്നും വരുത്തല്ലേ. മുകളിലേക്ക് നോക്കി ദേവി കൈകൂപ്പി. പലതുകൊണ്ടും രാത്രി ഉറങ്ങാനായില്ല രാമാനുജന്. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് കർക്കിടക മുകുന്ദന്റെ പടിക്കെട്ടുകൾക്ക് മുന്നിലെത്തി അയാൾ. അതാ മഞ്ഞിലൂടെ പടികൾ ഇറങ്ങി ഗംഗ. തിരിച്ചറിയാൻ രാമാനുജൻ സമയമെടുത്തു. ഈറൻ നേരിയത് അഴിഞ്ഞുകിടക്കുന്ന മുടിയിലൂടെ തുള്ളികൾ ഇറ്റു വീഴുന്നു. ഗംഗയെ തനിച്ച് ഒരിക്കലും ക്ഷേത്രത്തിൽ കണ്ടിട്ടില്ല. അമ്മയോ അച്ഛനോ ഗൗരിയോ ഇവരാരുമില്ലെങ്കിൽ വൃദ്ധയായ പരിചാരിക ചിന്നുമാളുവമ്മോ കൂടുണ്ടാവും. സുഖമില്ലാത്ത സ്ഥിതിക്ക് രാജീവിന് കൂടെ വരാൻ കഴിയില്ലെങ്കിൽ ഗൗരി ഒപ്പം കാണേണ്ടതാണ്. പക്ഷേ ആരും പിന്നിലില്ല. പരിസരത്ത് കാറും കിടക്കുന്നില്ല. ഗംഗയുടെ മുന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് രാമാനുജൻ ആലോചിച്ചത്. പക്ഷേ അവളുടെ കൺമുന്നിലായിരുന്നു അയാൾ. പരിസരം തീർത്തും വിജനം. പടികളിറങ്ങി താഴെ രാമാനുജന്റെ തൊട്ടു മുന്നിലെത്തിയ ഗംഗ അയാളെ നോക്കി ദീനമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്തേ തനിച്ച്? രാമാനുജൻ ചോദിച്ചു. ഗൗരിക്ക് വരാൻ വയ്യ, ഗംഗ പറഞ്ഞു. അമ്മയ്ക്കും ചിന്നുമാളും അമ്മയ്ക്കും അച്ഛനും ഒന്നും വെളുപ്പിനെ കുളിക്കാനും വയ്യ. സാരയില്ല, നമ്മുടെ ദേശമല്ലേ, നടന്നു വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. പൊടുന്നനെ ആ കണ്ണുകളിൽ നനവ് പടർന്നു. ഒരു തിങ്കൾ മുഴുവൻ കുളിച്ചീറനോടെ ഭഗവാനെ നിർമാല്യം തൊഴാതെ നേർന്നിരിക്കുക ഞാൻ. അത് ആർക്ക് വേണ്ടിയാണെന്നും എന്തിനു വേണ്ടിയാണെന്നും രാമാനുജന് മനസ്സിലായി. ഗംഗയോട് അയാൾക്ക് അലിവും ആദരവും തോന്നി. മുടക്കമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. ഗംഗയുടെ തൊണ്ടയിടറി. രാമാനുജനെ കടന്ന് അവൾ മെല്ലെ മുന്നോട്ട് നീങ്ങി. പിന്നെ നിന്നു, തിരിഞ്ഞു നോക്കി. എന്നിട്ട് ദീനമായൊരു പുഞ്ചിരിയോടെ ചോദിച്ചു, ഏട്ടൻ തൊഴാൻ വന്നതാ? ഏട്ടൻ എന്ന വിളി രാമാനുജന്റെ നെഞ്ചിൽ തൊട്ടു. രാമേട്ടൻ എന്നായിരുന്നു ഗൗരിയും ഗംഗയും വിളിച്ചിരുന്നത്. ഗംഗ സംസാരിച്ചിട്ടുള്ളതാണെങ്കിൽ എത്രയോ വിരളം. അതെ, രാമാനുജൻ പറഞ്ഞു. രാത്രി ഉറങ്ങാനായില്ല. മനസ്സ് നോവുമ്പോ ഇവിടെ വന്നാലേ ശരിയാകൂ. എല്ലാവർക്കും അങ്ങനെയാ, ഗംഗ പറഞ്ഞു. ചോദിക്കണതെല്ലാം തന്ന് ശാഠ്യം തീർക്കണ ആളൊന്നുമല്ല. പക്ഷെ കിട്ടണത് കൊണ്ട് സന്തോഷിക്കാൻ പഠിപ്പിച്ചു തരും ഭഗവാൻ. ഗംഗ വീണ്ടും നടന്നു. അവൾ പറഞ്ഞത് മുഴുവനായും രാമാനുജന് മനസ്സിലായി. കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുന്ന ഒരു നല്ല കുട്ടിയാണ് ഗംഗ. രാമാനുജൻ തിരിഞ്ഞ് പടിക്കെട്ടുകൾ കയറി. ഗംഗ പാലാട്ടെത്തുമ്പോൾ തലയിണകളിൽ ചാരി കിടക്കയിൽ കാല് നീട്ടിയിരിക്കുകയായിരുന്നു രാജീവ്. കയ്യിൽ പത്രമുണ്ട്. മുകളിലെ മുറിയിൽ നിന്ന് കിടപ്പ് താഴേക്ക് മാറ്റി. വാതിൽക്കൽ കാലച്ച കേട്ടതും പത്രത്തിൽ നിന്ന് മുഖമുയർത്തി രാജീവ് ഗംഗയോട് പറഞ്ഞു, വേഗം തല തോർത്ത്, പനി പിടിപ്പിക്കണ്ട. ഈറനോടെ കർക്കിടക മുകുന്ദനെ തൊഴുത് പനി വന്ന ചരിത്രമില്ല ഈ ദേശത്താർക്കും. എങ്കിലും ഗംഗ തോർത്തെടുത്ത അനുസരണയോടെ നെറുകയും മുടിത്തുമ്പും തുടച്ചു. ഞാൻ ഈറം മാറ്റി വരാം, എന്നിട്ട് പോരെ ചായ? അമ്മ ചായ കൊണ്ട് തന്നു. എന്നുവെച്ച് താൻ ഈറം മാറ്റാൻ വൈകണ്ട. എന്നുവെച്ച് രാജീവിന്റെ ആ പദം ആവർത്തിച്ച് ഗംഗ ചിരിച്ചു. വടക്കൻ ഭാഷ പഠിച്ചു.
ചേര തിന്നണ നാട്ടിൽ ചെന്നാൽ രാജീവൻ ചിരിച്ചു. അത്ര വിഷമിച്ച് ചേര തിന്നണ്ട. വള്ളുവനാടൻ ഭാഷയിൽ താല്പര്യം ഉണ്ടാച്ചാ മതി. ചിരിയോടെ ഗംഗ മാറാനുള്ള ഡ്രസ്സും എടുത്ത് ടോയ്ലറ്റിലേക്ക് പോയി. രാജീവിന് പ്രാതൽ വിളമ്പുമ്പോൾ ഗംഗ ആലോചിച്ചു, രാമാനുചേട്ടനെ പടിക്കെട്ടിൽ വെച്ച് കണ്ട കാര്യം പറയണോ? വേണ്ട എന്ന് തീരുമാനിച്ചു. ഒരിക്കലും രാജീവ് ഏട്ടനിൽ അത് സന്തോഷം ഉണ്ടാക്കിയില്ല. ഡൈനിങ് ടേബിളിൽ ഒപ്പം ബാലഗോപാല മേനോനും പത്മിനി ഉണ്ടായിരുന്നു. ഗംഗയെ പോലെ തന്നെ രാജീവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പത്മിനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ബാലമാഷിന്റെ സംസാരവും പെരുമാറ്റവും ഒരുതരം പ്രകടനമായിരുന്നു. ഗംഗയ്ക്ക് അത് മനസ്സിലാവണമുണ്ടായിരുന്നു. ആഹാരത്തിലൊക്കെ ശ്രദ്ധ വേണേ, നിന്റെ കുട്ടിയെ കഷ്ടത്തിലാക്കല്ലേ എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ അവൾക്ക് ഇഷ്ടമായതുമില്ല. അസുഖക്കാര്യം മുൻകൂട്ടി അറിയിക്കാത്തതിന്റെ കാലുഷ്യമാണ് അച്ഛന്റെ ഉള്ളിൽ എപ്പോഴും. ഗംഗ പക്ഷേ എല്ലാം മനസ്സിലൊതുക്കി. ബാലന്മാഷും പപ്പി അമ്മയും 3 മുറി വിട്ടുപോയതും രാജീവ് പറഞ്ഞു. എല്ലാവരും സ്നേഹവും കരുതലും കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിക്കുകയാണ്. സത്യത്തിൽ ഞാൻ ഇതൊക്കെ അർഹിക്കുന്നുണ്ടോ ആവോ? എല്ലാവരുടെയും സ്നേഹത്തെക്കുറിച്ച് രാജീവേട്ടൻ ബോധർ ചെയ്യണ്ട. എന്റെ സ്നേഹം മാത്രം കണ്ടാ മതി. അതിന്റെ അർഹതയെക്കുറിച്ച് ഓർക്കണ്ട. രാജീവേട്ടനെ കൂടാതെ ജീവിക്കാനാവാത്തത് കൊണ്ട് അത്രേ അറിഞ്ഞാ പോരെ? ഗംഗ രാജീവിനെ നോക്കി. നിറമെഴികളോടെ രാജീവ് തിരിച്ചു. മെല്ലെ അയാൾ കൈ നീട്ടി ഗംഗയുടെ കൈത്തണ്ടയിൽ തൊട്ടു. എനിക്കറിയാം, ഈ സ്നേഹം എന്റെ ഏക സാന്ത്വനവും ഇത് മാത്രമാ. ഈ സ്നേഹം എനിക്ക് വേണം, ഈ സാന്ത്വനവും എനിക്ക് വേണം. അതിനായി ആവുന്നത്രയും കാലം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. അതിനല്ലേ ഞാൻ നേരം പുലരും മുമ്പേ ഈറനൊടുത്ത് ജീവിക്കാൻ ആശയുള്ളത് കൊണ്ടാ തന്നെ ഞാൻ പോകാൻ അനുവദിക്കണതും. ഒരിക്കൽ ഞാൻ ഗംഗയോട് പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന്റെ 4ാം നാൾ എന്റെ തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോഴാണെന്നാ തോന്നുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഗംഗ. രാജീവേട്ടാ, ഗംഗ കരഞ്ഞു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, രാജീവ് കെഞ്ചി. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഗംഗ രാമാനുജനെ കല്യാണം കഴിക്കണമെന്ന്. ഇനി അത് ആവർത്തിച്ചാൽ ഞാൻ മരിക്കും. ആവർത്തിക്കുകയല്ല മോളെ ഞാൻ. ഗംഗയുടെ കൈ സ്വന്തം നെഞ്ചിലമർത്തി രാജീവ്. അങ്ങനെ പറഞ്ഞതിൽ പശ്ചാത്താപിക്കുക. എന്റെ ഏത് ഭ്രാന്തിന്റെ നിമിഷത്തിലാ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയത്? എന്റെ ഗംഗയോടുള്ള അമിത സ്നേഹമാ എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത്. ഇയാൾ ഒരിക്കലും ഞാൻ മൂലം ഒറ്റപ്പെട്ട് സങ്കടപ്പെടരുതെന്ന് ചിന്തിച്ചത്. ഗംഗ അറിഞ്ഞാൽ ക്ഷമിക്കില്ല. അന്ന് നമ്മൾ രാമാനുജന്റെ വീട്ടിൽ പോയപ്പോൾ രാമാനുജന്റെ അമ്മയോട് ഞാനിത് പറഞ്ഞു. ഗംഗയുടെ കണ്ണിൽ ഒരാളലുണ്ടായി. എന്റെ മോള് വിഷമിക്കണ്ട. രാജീവേട്ടന്റെ അപ്പോഴത്തെ മനോഭാവമൊക്കെ മാറി. പ്രത്യേകിച്ചും 2ാമത്തെ അറ്റാക്കോടെ. മരിക്കാൻ എനിക്കിപ്പോ ഭയവും സങ്കടമായിരിക്കണം. ഒരിക്കൽ ചെറുപ്പത്തിലേ മരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവനാ ഞാൻ. ചെറുപ്പം അവസാനിച്ച ശേഷം മനുഷ്യൻ ജീവിക്കണത് അഭംഗിയാണെന്ന് പോലും തോന്നിയിരുന്നു. അന്ന് എന്റെ കൂട്ടുകാർ പറയും, വിഷമിക്കേണ്ട, നീ ചെറുപ്പത്തിൽ തന്നെ മരിച്ചോളൂന്ന്. ഇപ്പോൾ കാനഡയിലുള്ള അന്നത്തെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് നിശാന്ത് ഒരിക്കൽ എന്റെ അടുത്ത് പറഞ്ഞു, പത്രത്തിലെ ചരമക്കോളത്തിൽ എന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് വന്നതായി അവൻ സ്വപ്നം കണ്ടുവന്നു. ഗംഗ നിയന്ത്രണം വിട്ട് ഏങ്ങലടിച്ചു. ഹയ്യേ! രാജീവ് ചിരിയോടെ ഗംഗയുടെ ചുമലിൽ തട്ടി. എന്നെ കളിയാക്കാൻ അവൻ പറഞ്ഞതാ. അന്ന് അത് കേട്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോ അയാൾ നിശ്വസിച്ചു. ജീവിതം ഒരു വിനാഴിക കൂട്ടി നീട്ടിക്കിട്ടാൻ എന്ത് ചികിത്സയ്ക്ക് ഞാൻ തയ്യാറാ. ഏത് ദൈവത്തിന്റെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാ. എനിക്ക് നിന്നെ പിരിയാൻ വയ്യടാ. പിരിയില്ല നമ്മൾ ഒരു കാലത്തും. രാജീവിന്റെ ചുമലിലേക്ക് തല ചായച്ചു ഗംഗ. രാജീവ് സ്നേഹപൂർവ്വം ഗംഗയെ തലോടി. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഗംഗ പുനർവിവാഹിതയാകാതിരുന്നാ മതി. എന്റെ യാചനയായത്. നീ മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നത് അന്യലോകത്തിരുന്ന് ഞാൻ കണ്ടാൽ എനിക്കത് മരണത്തേക്കാൾ ഭയങ്കരമായിരിക്കും ഗംഗ. ഗംഗ മുഖമുയർത്തി രാജീവിനെ നോക്കി. എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നുണ്ടാകുമെന്ന് യഥാർത്ഥമായി രാജീവേട്ടന് ഭയമുണ്ടോ? ഭയമല്ല ഞാൻ പറഞ്ഞത്, യാചനയാണ്. നാളെ എന്ത് സംഭവിച്ചേക്കാവുന്ന രോഗിയായ ഒരു ഭർത്താവിന്റെ യാചന. ആശുപത്രിയിൽ വെച്ച് എന്നെ കാണാൻ രാമാനുജൻ വന്നിരുന്നു. ഞാൻ അഭിമുഖീകരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ ഉറക്കം നടിച്ച് കടന്നു കളഞ്ഞു. ഇവിടെ വെച്ച് അയാളുടെ അമ്മ വന്നിട്ടും അവർക്ക് അമ്മയുടെ ചായ ഉണ്ടായിരുന്നിട്ടും ഞാൻ അവഗണിച്ചു. എന്റെ മരണം ആഗ്രഹിക്കുന്നവരാണ് അവരെന്ന് തോന്നൽ. ഞാൻ തന്നെയാ അതിന് വഴിയൊരുക്കിയത്. സത്യത്തിൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരിക്കണം മോളെ. ഗംഗ കൈ നീട്ടി രാജീവിന്റെ കൈ പിടിച്ചു. ആ കൈത്തലത്തിൽ സ്വന്തം കൈത്തലം കമഴ്ത്തി വെച്ചു.
സത്യം, എന്റെ ജീവിതത്തിൽ ഈ ജന്മം മറ്റൊരു പുരുഷനുണ്ടാവില്ല. ഈ ഓർമ്മ തുടരുകയാണെങ്കിൽ ഇനി ഒരു ജന്മവും എനിക്ക് രാജീവേട്ടനല്ലാതെ ഒരാളെ എന്നയുടെ സ്ഥാനത്ത് സ്നേഹിക്കാനാവില്ല. സത്യം, സത്യം. മതി. ഗംഗയുടെ കൈത്തണ്ടയിൽ രാജീവ് ചുണ്ടമർത്തി. മതി, ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. അസുഖം ബാധിച്ചതിനെ തുടർന്ന് രാജീവ് പുതിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ വൈകി. എടുത്തിരുന്ന അവധിയും തീരാറായി. പാലക്കാട്ട് ഒരു വീടെടുത്താൽ എനിക്ക് വീണ്ടും ലീവ് എടുക്കാതെ കോളേജിൽ ജോയിൻ ചെയ്യാമായിരുന്നു. ഗംഗ ഒപ്പമുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, രാജീവ് പറഞ്ഞു. ഞാൻ എപ്പോഴും ഒപ്പം ഉണ്ടാവും, ഗംഗ അറിയിച്ചു. എന്നാലും നമ്മൾ രണ്ടുപേരും തനിച്ചവിടെ. എന്തെങ്കിലും സഹായം ആവശ്യമായി വന്നാൽ അന്യന്മാരെ കാണും. ഇവിടെ അച്ഛനുണ്ട്, ചുറ്റും അടുത്ത ബന്ധുക്കളുമുണ്ട്. സ്കൂളിലെ മാഷുമാരും ടീച്ചേഴ്സുമാണെങ്കിലും എന്താവശ്യത്തിന് ഓടി വരും. എന്ന് വെച്ച് ഇനിയും ലീവ് നീട്ടിയാൽ രാജീവിന് വിഷമം. ഒരു സൂക്കേടുകാരനായി വീട്ടിനുള്ളിൽ അടച്ചിരുന്ന് മടുത്തു. അച്ഛനൊക്കെ എന്ത് വിചാരിക്കും? അച്ഛനൊന്നും വിചാരിക്കില്ല. അതോർത്ത് രാജീവേട്ടൻ വിഷമിക്കണ്ട. എന്നാലും മനുഷ്യരുടെ മനസ്സല്ലേ. വെറുതെ എനിക്ക് ഭക്ഷണവും മരുന്നും തന്നോണ്ട് ഗംഗ വിഷയം അച്ഛനെ അറിയിച്ചു. രാജീവ് അരികിലുണ്ടായിരുന്നു. പാലക്കാട്ടേക്ക് ഇവിടുന്ന് ഇത്ര ദൂരമില്ലേ? മേനോൻ ചോദിച്ചു. കാർ എടുത്ത് ആരെങ്കിലും പറന്നു വന്നാലും അവിടെ എത്താൻ അരമണിക്കൂറാവും. അതിനിടയിൽ എന്തു സംഭവിക്കാലോ? രാജീവിന് പ്രശ്നമൊന്നുമില്ല. ഇരുളിലാവണത് നിന്റെ കുട്ടിയുടെ ജീവിതമാണ്. പോരച്ച അവൾ ഇയാടെ കുട്ടിയുടെ അമ്മയായും കഴിഞ്ഞു. രാജീവിന് അടിയേറ്റതുപോലെയായി. മറുപടി ഒന്നും പറയാതെ അയാൾ മുഖം കുനിച്ചു. ഗംഗയ്ക്ക് അത് കണ്ട് സഹിച്ചില്ല. അച്ഛനെന്താ ഒരു സ്നേഹമില്ലാത്ത പോലെ രാജീവേട്ടനോട് സംസാരിക്കണത്? സ്നേഹക്കൂടുതൽ കൊണ്ടാ സംസാരിക്കണത്. മേനോന്റെ ശബ്ദം തിളച്ചു. അത് മനസ്സിലാവണമെങ്കിൽ നീ ഒരച്ഛനാകണം. നിനക്കതിനാവില്ലാലോ. നിനക്കൊരമ്മയാകാനല്ലേ കഴിയൂ. പെൺമക്കളുടെ കാര്യത്തിൽ അമ്മയുടെ അച്ഛന്റെ മനോഭാവം വളരെ വളരെ വ്യത്യസ്ത. എത്ര നാളായി രാജീവേട്ടൻ ഈ വീട്ടിലിരുന്ന് മുഷിയണു. അതുകൊണ്ട് പറഞ്ഞതാ ഞങ്ങൾ. ഞാൻ പറയണത് നിങ്ങൾ അനുസരിക്കുക വെച്ചാ ഇപ്പൊ പാലക്കാട്ടിനും തൃശ്ശിനാപ്പള്ളിക്കും എങ്ങടും പോണ്ട. കോളേജിലെ ജോലി അങ്ങോട്ട് രാജിവെക്കുക. രാജീവ് ഞെട്ടലോടെ മുഖമുയർത്തി ബാലഗോപാല മേനോനെ നോക്കി. കോളേജിൽ പഠിപ്പിച്ചാലേ അന്തസ്സുണ്ടാവുന്നൊന്നുമില്ലല്ലോ. മേനോൻ തുടർന്നു. നമുക്ക് സ്വന്തമായൊരു സ്കൂളുണ്ട്, അവിടെ പഠിപ്പിക്കാലോ. ഉടനെ ഒരു വേക്കൻസി വരികയും ചെയ്യും. മെല്ലെ നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. ഇല്ലേച്ചാ ഞാൻ കാറിൽ കൊണ്ടുപോകാം. വയസ്സായാലും മക്കളെ ചുമക്കണമെന്നൊരു നിയോഗം ഉണ്ടാവും എന്റെ മണ്ടയില്. രാജീവ് വിഷമത്തിൽ ഗംഗയൊന്ന് നോക്കിയിട്ട് മുഖം കുനിച്ചു. ഗംഗ നിസ്സഹായതയായി നിന്നു. അതാ എല്ലാവർക്കും സമാധാനം. മേനോൻ മകളെയും മരുമകനെയും നോക്കി. നിന്റെ കാലം കഴിഞ്ഞാൽ പാലാട്ട് സ്കൂള് നോക്കി നടത്താൻ ഒരാൾ വേണമല്ലോ. സ്കൂള് ഗൗരിക്ക് കൊടുക്കാന്നായിരുന്നു എന്റെ ആദ്യ പ്ലാൻ. അത് വേണ്ട. അവളെ പുറത്തെവിടെയും ജോലിയുള്ള ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. ടൗണിലെ ബംഗ്ലാവും അവൾക്ക് കൊടുക്കാം. നിങ്ങൾ രണ്ടാളും ഈ കർക്കിടകത്തിൽ തന്നെ കൂടിക്കോളൂ. ഗംഗയ്ക്കും ക്രമേണ സ്കൂളിൽ ചേരാലോ. സുഖമില്ലാത്ത ഭർത്താവുള്ള മകൾ അച്ഛന്റെ അമ്മയുടെ ഒപ്പം നിൽക്കണത് തന്നെയാ സുരക്ഷിതം. ഗംഗയുടെ അച്ഛന്റെ ഓരോ വാക്കും മുള്ളുകളായി നെഞ്ചിലേക്ക് തറയുന്നത് പോലെ രാജീവിന് തോന്നി. എന്തേ രാജീവ് ഒന്നും മിണ്ടാതെ മുഖം കുമ്പിട്ടിരിക്കണത്? ഞാൻ എന്തേലും അസബന്ധം പറഞ്ഞോ? മേനോൻ രാജീവിനോട് തിരക്കി. ഇല്ല, അച്ഛൻ അസബന്ധം ഒന്നും പറഞ്ഞില്ല. മുഖമുയർത്താതെ രാജീവ് സമ്മതിച്ചു. എനിക്ക് നിങ്ങളല്ലാതെ ആരുമില്ലല്ലോ. അച്ഛൻ എന്തു പറയണതോ അനുസരിക്കാൻ ഞാൻ തയ്യാറാ. ആശ്വാസം. ബാലൻ മേനോൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അപ്പോഴേക്കും രാജീവിന്റെ 2 കണ്ണുകളും നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഗംഗ അത് കണ്ടു. എങ്ങനെ ആ മനസ്സിനെ ആശ്വസിപ്പിക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അതിനിടയിൽ പാലാട്ടെ മുറ്റത്തൊരു നിലപ്പന്തൽ ഉയർന്നു. ഗൗരിയുടെ കല്യാണമെങ്ങാൻ നിശ്ചയിച്ചോ എന്നാണ് രാജീവ് സംശയിച്ചത്. തന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. മുറിക്കുള്ളിൽ തന്നെ കഴിഞ്ഞതുകൊണ്ട് മുറ്റത്തെ പണികളൊന്നും അറിഞ്ഞതുമില്ല. ഉമ്മറത്തേക്ക് ചെന്നപ്പോഴാണ് പന്തലിന്റെ കീഴിലിരിക്കുന്ന അയൽക്കാരായ മാഷന്മാരെ രാജീവ് കണ്ടത്. അകത്ത് ചെന്ന് അയാൾ ഗംഗയോട് തിരക്കി. എന്തിനാ പന്തലിട്ടിരിക്കണത്? പന്തലിന്റെ പണി കഴിഞ്ഞപ്പോഴാ അതെന്തിനാണെന്ന് പോലും ഞാൻ അറിഞ്ഞത്. അമ്മയോട് പോലും അച്ഛൻ കാര്യം പറഞ്ഞില്ല. എന്താ കാര്യമെന്ന് പറയൂ. രോഗിയായതുകൊണ്ട് ഞാനിവിടെ ആരുമല്ലാതായോ? എന്താ രാജീവേട്ടൻ ഇങ്ങനെയൊക്കെ ചോദിക്കണത്? രാജീവേട്ടന് വേണ്ടി അച്ഛൻ മഹാമൃത്യുഞ്ജയ ഹോമം നടത്താൻ പോവുക. പ്രസിദ്ധ താന്ത്രികനായ മഹേശ്വരൻ നമ്പൂതിരിപ്പാടാണത്രേ ഹോമം നടത്താൻ വരണത്. ദക്ഷിണയും താമസ ചിലവും കാറുകൂലിയും മുൻകൂർ അവിടെ എത്തിക്കണം. കർമ്മം കഴിയുമ്പോൾ ഒരു സ്വർണ്ണ നാണയം മാത്രമേ ആ കാൽക്കൽ വെക്കേണ്ടതുള്ളൂ. എന്നാൽ എന്താ, ആയുസിന്റെ തമ്പുരാൻ എന്നാ അദ്ദേഹം അറിയപ്പെടുന്നത്. ഗംഗയുടെ മുഖത്ത് വലിയ സന്തോഷം.
രാജീവിന് പക്ഷേ സന്തോഷിക്കാനായില്ല. തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഗംഗയുടെ അച്ഛൻ ഇതൊന്നും ചെയ്യണത്. മകളെ വൈദവ്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. സൗന്ദര്യ പൂജ എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്